അടുത്തിറങ്ങിയ ഒരു വലിയ പടത്തിൻ്റെ ക്ഷീണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം തീർത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. സ്റ്റണ്ടിനെ എടുത്ത് പറയാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് പൊക്കി പറയാനായിട്ടൊന്നുമില്ല. കാര്യം സാധാരണ രീതിയിലുള്ള നമുക്ക് ആർക്കും ഒരു കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ എന്ന് പറഞ്ഞാൽ പുലിപുലിയിലെ ആക്ഷൻ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഭയങ്കര ഓക്കെ വാച്ചായിരുന്നു. ഫൈറ്റൊന്നും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ പ്രധാന പീറ്റർ ഹെയിൻ സ്റ്റണ്ട് കൈകാര്യം ചെയ്യുന്ന ഇടിയൻ ചന്തു ഇന്ന് റിലീസാണ്. സിനിമയാണെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. ഒരു ഓക്കെ വാച്ചായിരുന്നു. ഫൈറ്റൊന്നും വലിയ കുഴപ്പമില്ല. അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പാകത്തിന് അത്രേ ഉള്ളൂ. പീറ്റർ ഹെയിൻ്റെ ടാഗൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റിവെഞ്ച് ഡ്രാമ അത്രേ ഉള്ളൂ. അധികം ഡീസൻ്റായിട്ട് എടുത്തിട്ടുണ്ട്. അത്ര അതില്ല ആ ലെവലൊന്നുമില്ല. ഒരു ഡീസൻറ്റ് വാച്ച് അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം, കുഴപ്പമില്ല. ഒരുവിധം സാധാരണക്കാർക്കൊക്കെ ഒപ്പിച്ചു പോകാമെന്ന് പടം. അതെ, നല്ലൊരു മൂവിയായിരുന്നു. നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ അഭിനയം നല്ലതായിരുന്നു. അതുപോലെ മറ്റ് അഭിനേതാക്കളിൽ നിന്ന് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം ഈ സിനിമ നൽകുന്നുണ്ട്. സ്കൂളുകളെയും കോളേജിലെയും പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു സിനിമ വന്ന് കാണുമ്പോൾ അവർക്ക് ആ ഒരു ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണം നല്ലതായിരിക്കും. നല്ലൊരു സ്റ്റണ്ട് സീനായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു അമ്പെയ്ത്തും പെൺകുട്ടികളുടെ ഒരു സ്റ്റണ്ടും ആക്ഷനും ഒക്കെ നല്ലതായിരുന്നു. ആക്ഷൻ പടം നല്ല 101 ഓടട്ടെ പ്രാർത്ഥിക്കാം. നല്ല മൂവി. ഐഡി മൊത്തം ഐഡി തന്നെ. പടം കൊള്ളാം. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മേക്കിംഗ് എല്ലാം അസാധ്യമായിട്ട് ഉണ്ട്. നല്ല രീതിയിലുണ്ട്. കുഴപ്പമില്ലാത്തൊരു പടമാണ്. അല്ല, ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ആക്ഷൻ എന്നല്ല, എങ്കിലും എടുത്ത് നമുക്ക് എന്തായാലും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു സിനിമ തന്നെയാണ്. ഇരിക്കാനൊക്കെ നല്ല രസമാണ്. പ്രത്യേകിച്ച് നല്ല സ്റ്റണ്ട് ഇടിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഇടി എന്ന് പറഞ്ഞാൽ പുലിപുലിയിലെ ആക്ഷൻ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ ഭയങ്കര പഞ്ചോടുകൂടി നല്ല രസമുണ്ട്. അതേപോലെ കഥയും തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ തോന്നും. വിദ്യാർത്ഥികളുടെ ഇടയിൽ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സാധാരണ നടന്നു വരുന്ന സംഭവങ്ങളൊക്കെ തന്നെ നല്ലതായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. അതേപോലെ അതിനേക്കാൾ എനിക്ക് കൂടുതലായിട്ട് ആകർഷിച്ച ഒരു കാര്യം നല്ലൊരു സന്ദേശം കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ലഹരി മരുന്നിനൊക്കെ എതിരായിട്ട് ഒരു സന്ദേശം, കുട്ടികൾ ഒരുമിച്ച് നിന്ന് അതിനെ പോരാടണം, ഒരുമിച്ച് നിന്നാൽ നമുക്ക് അതിനെ നേരിടാം എന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അത് തരുന്നുണ്ട്. നമുക്ക് നല്ല എൻഗേജിങ് ആയിട്ട് കണ്ടിരിക്കാം. അതായത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേക്കിംഗ് തന്നെ, മേക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഓവറോൾ കുഴപ്പമില്ല. പിന്നെ ഫൈറ്റ് സീക്വൻസുകളെല്ലാം കൊള്ളാം. പീറ്റർ ഹെയിൻ്റെ വർക്ക് നൈസായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ഒരു ഫൈറ്റ് ഒരു വ്യത്യസ്തമായിട്ട് തോന്നി. ഒരു 10-15 മിനിറ്റോളം ക്ലൈമാക്സ് സീക്വൻസ് അടിപൊളിയാണ്. അതായത് നമ്മുടെ നാടൻ തല്ല്, മാർഷ്യൽ ആർട്സ് ഫൈറ്റ്, അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കൊണ്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. നമ്മൾ ഓവർ ലോജിക്കും കാര്യങ്ങളും ചിന്തിക്കാതെ. പിന്നെന്താണ്, ഈ ചന്തു എന്ന് പറയുന്ന ക്യാരക്ടർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചന്തുവിൻ്റെ ലൈഫിൽ, ചന്തു സ്കൂൾ സ്റ്റുഡൻ്റാണ്, പുള്ളിയുടെ ലൈഫിൽ എന്താ പറയുക, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സംഭവങ്ങളും പുള്ളി അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള സീക്വൻസാണ് സംഭവങ്ങൾ പറയുന്ന പടത്തിൽ. ഈ അടുത്തിറങ്ങിയ ഒരു വലിയ പടത്തിൻ്റെ ക്ഷീണം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പടം തീർത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതൊരു ഫണ്ണായിട്ടുള്ളൊരു ഫാമിലി എൻ്റർടൈനർ മൂവിയാണ്. ഒരാളുടെ ലൈഫിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് അയാൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് വളരെ കൺവിൻസിങ് ആയിട്ടാണ് ഈ പടം വന്നിരിക്കുന്നത്. ഞാൻ വെച്ച് ഇന്നത്തെ ഒരു ആ സിനിമ പ്രമോഷനിൽ അവർ പറഞ്ഞു ഇടിയനായ അച്ഛൻ്റെ ഇടിയനായ മകനെ കഥയാണ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ. അത് തന്നെയാണ്. അപ്പം ഈ അച്ഛനെ പോലെ ഈ മകനാവോ ഇല്ലയോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കിത് കണ്ടപ്പം ത്രൂ ഔട്ട് ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, വളരെ നമ്മുടെ സൊസൈറ്റി നടക്കുന്ന ചില സോഷ്യൽ ഇഷ്യൂസും കൂടി ഈ ഫിലിമിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം കണ്ടിടത്തോളം ചിലപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ കാണാൻ ചാൻസ്. ഞാൻ എടുത്ത് പറയാനായിട്ടുണ്ട്. നായകൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ജയശ്രീ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണുവിൻ്റെ ആക്ടിങ് പൊളിയായിരുന്നു. അതായത് അടിപൊളി അഭിനയമായിരുന്നു. ഇതിനൊക്കെയാണ് വലിയ നടന്മാർ കണ്ടുപിടിക്കേണ്ടത്, മനസ്സിലായില്ലേ? അടിപൊളി ആക്ടിങ് ആയിരുന്നു. പിന്നെ ലാലലക്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ലാലലക്സ് അടിപൊളി അഭിനയം. ലാലലക്സിൻ്റെ ഒരു വൻ തിരിച്ചുവരവാണ്. പിന്നെ ലാസ്റ്റ് 10 മിനിറ്റ് ഒരു ഫൈറ്റ് ഉണ്ട്, ക്രൗഡായിട്ടുള്ള ഒരു ഫൈറ്റാണ്. അത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ സലീം കുമാറിന് ഒരു കുറച്ച് സമയമേ ഉള്ളൂ. പിന്നെ അതിലെ സലീം കുമാറിൻ്റെ മകനുണ്ട് ചന്തു. പക്ഷേ പുള്ളി നെഗറ്റീവ് റോളാണ് ചെയ്തിട്ടുള്ളത്. ചന്തു നെഗറ്റീവ് റോൾ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെ ഒരു തമിഴാണ് പുള്ളി ഡയലോഗ് കംപ്ലീറ്റാണ് പറയുന്നത്. പക്ഷേ പുള്ളി ഇടയ്ക്ക് ഒരു കോമഡി ആയിട്ടും കൂടെ വരുന്നുണ്ട്. പക്ഷേ നെഗറ്റീവ് റോൾ അത്യാവശ്യം കുഴപ്പമില്ല പുള്ളിക്ക് ചെയ്ത് വന്നിട്ടുണ്ടെന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കാണുമ്പോൾ നമുക്കൊരു കോമഡി ആയിട്ട് തോന്നും. എന്നാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ സെക്കൻഡുണ്ട്, ചന്തുവിൻ്റെ സെക്കൻഡ് ഉണ്ട്. കൊള്ളാം. ആവറേജ് ഒരു മൂവി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, സ്റ്റണ്ടിനെ എടുത്ത് പറയാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് പൊക്കി പറയാനായിട്ടൊന്നുമില്ല. കാര്യം സാധാരണ രീതിയിലുള്ള നമുക്ക് ആർക്കും ഒരു കോളേജിലെ ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെ
ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം എങ്ങനെയാണ് അതേണക്ക് ആ പുള്ളി അതണക്ക് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഞാൻ പേര് കേട്ടൊക്കെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല, വേറൊരു രീതിയിലാണ് വിചാരിച്ചത്. പക്ഷേ നല്ല സിനിമയായിരുന്നു, നല്ലൊരു സന്ദേശമുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ തന്നെ കുട്ടികളെല്ലാവരും കൂടെ, നമുക്ക് സ്കൂളിൽ നിന്ന് ഇറങ്ങാനായിട്ട് മടിയായിരിക്കുമല്ലോ, ഓരോ പേരൻസും വിചാരിക്കും എൻ്റെ മക്കൾക്ക് അടി കിട്ടരുത് ഇതെന്നൊക്കെ വിചാരിക്കുന്നവർ ആണല്ലോ. അങ്ങനെ വരുമ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് നന്നായിട്ട് തൂത്തെറിയാൻ പറ്റുമെന്നുള്ള ഒരു നല്ല സന്ദേശം അതിലുണ്ടായിരുന്നു.